വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അതിൻ്റെ പ്രതിവിധികളെയും കുറിച്ച് ഹോമിയോപ്പതിയിലുള്ള സ്കോപ്പും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും ഇന്ന് നമ്മോട് അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ ആണ്. ഡോക്ടർ നമസ്കാരം, ഇതിലേക്ക് സ്വാഗതം. ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അതിൻ്റെതായ ഒരു അവസ്ഥകൾ നമുക്കിപ്പോൾ ഒത്തിരി കാണുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചലഞ്ചിങ് ഇഷ്യൂസ് ആയിട്ട് തന്നെ ഇത് വരികയാണ്. കാരണം വാർദ്ധക്യത്തിലുള്ളവരുടെ സംഖ്യ വളരെയധികം കൂടുന്നു. മക്കള് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായിട്ടോ ജോലിക്കോ ആയിട്ട് പോകുന്നു. അതോടൊപ്പം ഇവരുടെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ വളരെ വർദ്ധിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും 70 സാധാരണ ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ നമ്മൾ പറയും ഇനി വയ്യ, അതിനൊന്നും കഴിയില്ല എന്നൊക്കെ ഒതുങ്ങിക്കൂടാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുകയും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ മക്കളും ഇങ്ങനെ തന്നെ ഒക്കെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങണ്ട, പുറത്ത് നടക്കണ്ട ഒക്കെ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി ജീവിക്കുന്നിടത്തോളം തൻ്റെതായ കാര്യാദികളെല്ലാം ചെയ്ത് സമൂഹവുമായി ഇടപഴകി ജീവിക്കാൻ ഒരവസരം ഒരു ചികിത്സാ രീതിയിലൂടെ നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. വാർദ്ധക്യ സഹജമായ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെ പറ്റി ആദ്യം ഒന്ന് പറയാം. ഇപ്പോൾ ഒന്ന് നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ തന്നെ അതുമായിട്ട് അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ. ഒരു വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തി പലപ്പോഴും ഒരു രോഗം മാത്രമായിരിക്കില്ല അവർക്ക്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകാം, BP ഉണ്ടാകാം, കൊളസ്ട്രോൾ കൂടിയിരിക്കാം, പ്ലസ് ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടാകാം, ഇങ്ങനെ പല രോഗങ്ങൾ. അപ്പോൾ ഒരു കോമോബിഡിറ്റീസ് എന്ന് പറയും മെഡിക്കൽ ടേമിൽ. ഇതുമായിട്ട് ചേർന്നാണ് ഒരു വരുന്നത്. അപ്പോൾ ജീറിയാട്രിക് സിൻഡ്രോം എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന പേര്. അപ്പോൾ അങ്ങനെ ഒരു ബോഡി വീക്കായ ഒരു വാർദ്ധക്യത്തിലെ അവസ്ഥയിലായിരിക്കും മിക്കവാറും. അപ്പോൾ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ പറയാം. ഡിമെൻഷ്യ ഇപ്പോൾ വളരെ കൂടുതലാണ് കേൾക്കുന്നതാണ്. ഓർമ്മക്കുറവ് അതിലൊന്ന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, കോസാണ് അൽഷിമേഴ്സ് ഡിസീസ്. പിന്നെ വരുന്ന ഒന്നാണ് പാർക്കിൻസോണിസം. പിന്നെ സ്ട്രോക്ക് വന്നിട്ട് കിടരോഗികളായ വ്യക്തികളും ഹെമി പാരലിസിസ് ആയിട്ട് ഒരു വീക്ക്നെസ്സോടുകൂടി നടക്കുന്ന വ്യക്തികളും. പിന്നെ കാർഡിയാക് ഇഷ്യൂസ്, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സെറിബ്രോ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ മരുന്നുകളുമായിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ മിക്കവാറും ആൾക്കാരിൽ ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം വാർദ്ധക്യാവസ്ഥയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ജോയിന്റ് ഇഷ്യൂസ്, നേരത്തെ പറയുന്ന പോലെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, മാഡം ചോദിച്ചു എല്ല് തേയ്മാനം, ഓസ്റ്റിയോപോറോസിസ്, ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞ് ബോണിൽ നിന്ന് തന്നെ കാൽഷ്യം പോയി ആ ഒരു ഡീഗ്രഡേറ്റീവ് ചേഞ്ച് വരുന്ന. പിന്നെ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് മുട്ട് മാത്രമല്ല, വെർട്ടിബ്രാസ്, ഷോൾഡർ, സെർവൈക്കൽ ഏരിയ, കഴുത്തിൻ്റെ ഭാഗം, എല്ലാ ഭാഗത്തും വരും. അപ്പോൾ അതിൻ്റെതായ വ്യതിയാനങ്ങൾ ആ വ്യക്തിയിലുണ്ടാകും. പിന്നെ പ്രായം കൂടുമ്പോൾ ശരിയായ ദഹനശേഷി കുറയാം. അപ്പോൾ അതനുസരിച്ച് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം, ശരിയായ ദഹനമില്ലാതെ വരാം, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. വാർദ്ധക്യത്തിലുള്ളവർക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മലശോധന ശരിയായിട്ടില്ല, കോൺസ്റ്റിപ്പേഷൻ, വിശപ്പില്ലായ്മ, അരുചി. അപ്പോൾ സാധാരണ അവിടെ കംപ്ലയിൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരിൽ വരുന്ന കംപ്ലയിൻസ്. പിന്നെ സ്കിന്നിൽ വന്നാൽ ഡ്രൈ സ്കിൻ ആയിരിക്കും, അപ്പോൾ മോർ പ്രോൺ ടു ഇൻഫെക്ഷൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഡയബറ്റിക് ആണ്, ഒരു നോൺ ഹീലിംഗ് അൾസേഴ്സ്, ഉണങ്ങാതെ വളരെ നാളുകളായിട്ട് കൊണ്ട് നടക്കുന്ന വ്രണങ്ങൾ. ഇതെല്ലാം പോയിട്ട് തന്നെ ഡെന്റൽ ഇഷ്യൂസ്, കാറ്ററാക്ട്, ഹിയറിംഗ് പ്രോബ്ലംസ്. ഏറ്റവും കൂടുതൽ ഒരു വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തി ശാരീരികമായിട്ട് ധാരാളം അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ധാരാളം ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, കോളനിലുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റിലുള്ള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഇതെല്ലാം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് വയസ്സായ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോൾ ഇങ്ങനെ ലങ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ധാരാളം ടൈപ്പ് ഓഫ് ഡിസീസസ് വാർദ്ധക്യാവസ്ഥയിൽ നിന്ന് കാണുന്നുണ്ട്. ഇത് ഫിസിക്കലായിട്ട്. മെൻ്റലായിട്ട് പറഞ്ഞാൽ അവർക്ക് ആങ്സൈറ്റി, വാർദ്ധക്യത്തിലായവരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഡിപ്രഷൻ കോമൺ ആണ്. പിന്നെ അവരിലൊരു ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്, ആ ലോൺലിനെസ് വന്നിട്ട് അവരിലൊരു ഡിപ്രഷൻ. പിന്നെ പറയുന്ന ഒരു ഇതാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നൊരു ഓമന പേരിൽ നമുക്ക് പറയാം. കാരണം മക്കളെല്ലാം പോയി തനിയെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ, അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്. അപ്പോൾ ഇത് വെച്ച് പിന്നെ അവർ സൊസൈറ്റിയിൽ നിന്ന് മാറും. അങ്ങനെയുള്ള ധാരാളം മാനസിക പ്രശ്നങ്ങളും ഇവരിൽ കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികം, മാനസികം പ്ലസ് അതൊരു സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടും കൂടെ മാറുന്നുണ്ട്.
അപ്പോൾ ഇതിനൊക്കെ ഓരോ പല പല രീതികളാണ് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് അതിൽ കൊടുക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഇൻസുലിൻ തെറാപ്പിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾക്കൊരു മുട്ടുവേദനയായിട്ട് എനിക്ക് ഹോമിയോ മെഡിസിൻ തരണം വന്നാൽ ഒരു ടൈംലി മാനേജ്മെന്റ് ഷെഡ്യൂൾ അതിനോടൊപ്പം നമുക്ക് കൊടുക്കാം. അന്ന് പറഞ്ഞ പോലെ ഒരു ആഡ് ഓൺ തെറാപ്പി മറ്റൊന്നിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അതിന് വലിയ ദൂഷ്യഫലങ്ങളോ മറ്റതുമായി ചേർന്നുണ്ടാകുന്ന പാർശ്വഫലങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ആ പേഷ്യൻസിൽ വളരെ ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറൊന്ന് വാർദ്ധക്യത്തിൽ കാണുന്നതാണ് തലകറക്കം. അപ്പോൾ പലപ്പോഴും പലരും പറയും അവിടെ ബാലൻസ് ഇഷ്യൂ ഉണ്ടാകാം നടക്കുമ്പോൾ, അത് വീഴ്ചകൾക്ക് കാരണമാകാം. പിന്നെ ഒന്നാണ് ഏറ്റവും പ്രധാനമാണ് വീഴ്ച. അപ്പോൾ അത് ഈ ജോയിന്റ് ഇഷ്യൂസ് കൊണ്ടുവരാം, ബാലൻസിങ് ഇഷ്യൂസ് കൊണ്ടുവരാം. അപ്പോൾ വീഴ്ചയിലേക്ക് പോകും. ആ ഒരു ബാലൻസിന്റെ ഇഷ്യൂ എങ്ങനെയാണ് കാണുന്നത് ഹോമിയോ വെർട്ടിഗോ എന്നൊക്കെ പറഞ്ഞ്? അതെ, അതിന്റെ കാരണങ്ങൾ നോക്കുക. ഇപ്പോൾ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ ഒരു BP കുറഞ്ഞിട്ടാണോ, ചിലപ്പോൾ ഹൈപ്പോ ടെൻഷൻ ആകാം, ചിലപ്പോൾ വീഴ്ച വരുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നതിൻ്റെ കൂടാകാം, ഇൻഫെക്ഷൻ വരുന്ന സമയത്താകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും BP കൂടിയതാണോ കുറഞ്ഞതാണോ, ഷുഗർ കൂടിയതാണോ കുറഞ്ഞതാണോ, ആ റീസൺസ് കോസസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ കോസ് എല്ലാം മനസ്സിലാക്കി ഓരോന്നായിട്ട് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു കോസും നോക്കാതെ ഒരു ഡയറക്റ്റ്ലി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ അല്ല. ഓക്കെ. ഈ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വേണ്ടിയിട്ടും ആങ്സൈറ്റി, സ്ട്രെസ് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് ഒരു ഇത് പറഞ്ഞാൽ ഹോമിയോപ്പതിയിലെ കേസ് ടേക്കിംഗ് തന്നെ വളരെ വിശാലമാണ്. ആ കേസ് ടേക്കിങ്ങിൽ ഒരു വ്യക്തിയെ ശരിയായി അപഗ്രഥിക്കുന്നു, മാനസികമായ ഘടന നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും എന്തെങ്കിലും സപ്രഷൻസ് ഉണ്ടോ എല്ലാം ഒരു റിവീൽ ചെയ്താണ് ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ തൻ്റെ കേസ് ടേക്കിംഗ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അയാൾ ആങ്സൈറ്റി ഉണ്ട്, ഏത് ലെവലിൽ ആങ്സൈറ്റി നിൽക്കുന്നു, ഡിപ്രഷൻ ഏത് ലെവലിൽ നിൽക്കുന്നു, ഇസ് ഇറ്റ് മാനേജബിൾ വിത്ത് ദിസ് മെഡിസിൻ ആൻഡ് സൈക്കോതെറാപ്പി അലോൺ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കൂടെ ആവശ്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതനുസരിച്ചുള്ള തെറാപ്പി ശൈലികൾ നമുക്ക് മാറ്റാം. ഇപ്പോൾ പേഷ്യൻ്റ് ലോൺലിനെസ് ആണ്, ജെറിയാട്രിക് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് തെറാപ്പീസ് പറയും. മ്യൂസിക് തെറാപ്പി അവർക്ക് എഫക്റ്റീവായിട്ട് കാണുന്നത് എന്താണ്, ആർട്ട് തെറാപ്പി പല രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഹോംസിലൊക്കെ കാണുന്നുണ്ടാകും. കാരണം അവരെ കൊണ്ട് പടം വരയിക്കുക, അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക, അങ്ങനത്തെ. കാരണം അവരുടെ ഒരു ബ്രെയിൻ കോഗ്നിഷൻ എല്ലാം അതിലൂടെ കറക്റ്റായിട്ടിരിക്കും, നന്നായിട്ട് തയ്ക്കുന്നവരായിരിക്കും. അപ്പോൾ വീണ്ടും തയ്ക്കുമ്പോൾ അത്രയും ആ ബ്രെയിൻ ഒരു ഡീഗ്രേഡ് ചെയ്തൊന്നും പോകാതെ അതിനെ നിലനിർത്താനായിട്ട് പറ്റും. നേരത്തെ ഞാൻ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇഷ്ടമുള്ള ആൾക്ക് കുറച്ചൊക്കെ ജോലികൾ ചെയ്യട്ടെ, അപ്പോൾ ദേ ആർ ഫുള്ളി എൻഗേജ്ഡ് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള തെറാപ്പീസ്, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് തെറാപ്പിയാണ്. വെറുതെ നമ്മൾ പറയുമ്പോൾ പറയും, ബട്ട് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് തെറാപ്പി. ഇതൊക്കെ അതിനോടൊപ്പം നമ്മൾ മെഡിസിനോടൊപ്പം പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാം. ഈ തെറാപ്പിയാണ് അഗ്രോ തെറാപ്പി. പലരും കൃഷിയിൽ ഇഷ്ടപ്പെടും. പെറ്റ് തെറാപ്പി അതൊരു തെറാപ്പിയാണ്. കാരണം ആ പെറ്റ്സിനോട് കൂടുതൽ അവരുടെ ഇമോഷൻസ് പറഞ്ഞ് പെറ്റ്സിൽ നിന്നുള്ള ആ സ്നേഹവും സമീപനവും ആകുമ്പം ദേ ഗെറ്റ് റിലാക്സ്ഡ്. അതുപോലെ ചെടികൾ വളരുന്നതും നമ്മൾ പല യൂട്യൂബ് വീഡിയോസും പലരും പറയുന്നത് കേട്ടില്ലേ, ഒരു മൊട്ട് വരുന്നതും പൂക്കുന്നതും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു സന്തോഷവും അതെ അതെ സാറ്റിസ്ഫാക്ഷനും ഇല്ല. അപ്പൊ ഇതൊക്കെ ജെറിയാട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം വെറും മെഡിസിൻ, റെസ്റ്റ് അത് മാത്രമല്ല, അതിലൂടെ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏതൊക്കെ തെറാപ്പീസ് ഓരോ വ്യക്തിക്ക് ആവശ്യമാണോ, അവരുടെ ഇഷ്ടമാണോ, അത് മനസ്സിലാക്കി അവരോട് ഗൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു പേഷ്യൻ്റിന് ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമാണ്, അപ്പോൾ ഒരു ഡോക്ടർ അത് മനസ്സിലാക്കാം. അവിടെ ചിലപ്പോൾ ഒരു തന്നെ നോക്കുന്ന ഡോക്ടറുടെ ഒരു റീഅഷുറൻസ് ആയിരിക്കും അവർക്ക് ആവശ്യം. ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് കെയർ ഗീവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും ചില നമുക്ക് ഒരു തോതിൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും അവരിലും കാണുന്നുണ്ട്. മേ ബി ഈ ഏജിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അവരുടെ ഒരു സ്റ്റബേൺനെസ് ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക്? അത് മാഡം ചോദിച്ചൊരു വളരെ ശ്രേഷ്ഠമായ സംഗതി. നമ്മുടെ സമൂഹം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സംഗതിയാണ്. കെയർ ഗീവേഴ്സിൻ്റെ ആരോഗ്യം നന്നായിട്ട് നിലനിർത്തേണ്ടുന്നത് ഒരു ഫാമിലിയുടെ ആവശ്യം, സൊസൈറ്റിയുടെ ആവശ്യം. അപ്പോൾ അത് എനിക്ക് കേൾക്കുന്ന പ്രേക്ഷകരോടും എനിക്ക് അതാണ് ഷെയർ ചെയ്യാനുള്ളത്. പലപ്പോഴും അവരെ നമ്മൾ മറന്നു കളയും. ഈ കെയർ ഗീവേഴ്സ് അവരുടേതായ ഒരു ജസ്റ്റ് ഇമാജിൻ ഒരു 3 hours ആയിരിക്കും ഒരു വാർദ്ധക്യ മാതാവിനെയോ പിതാവിനെയോ
പരിചരിക്കാനായിട്ട് ഒരു വീട്ടമ്മ ചിലവാക്കുന്നത്. ആ 3 അവേഴ്സിൽ ഇന്നത്തെ ബിസി ഷെഡ്യൂളിൽ അത് എത്ര വാല്യുബിൾ ആണെന്ന് നമ്മൾ നോക്കണം. നമ്മുടെ അപ്പനെയും അമ്മയും നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, എല്ലാ പരിചരണവും കൊടുക്കണം. ബട്ട് ദർ ഇസ് എ സാക്രിഫൈസ് ഓഫ് ദാറ്റ് കെയർ ഗീവർ. പക്ഷെ ആ സാക്രിഫൈസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആ കെയർ ഗീവർ വളരെ എക്സോസ്റ്റഡായി, ഫിസിക്കലി വീക്കായി, വളരെ ക്ഷീണിച്ച അവസ്ഥയിലിരുന്നാൽ എത്ര സ്ട്രെങ്തിൽ തിരിച്ച് കെയർ ഗീവിങ് കൊടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ആ വ്യക്തി ഡിപ്രഷൻ ആകും. ചിലപ്പോൾ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ 3-4 മക്കൾ ഇരിക്കട്ടെ, ഒരു മകളായോ മകനോ ആയിരിക്കും പാരൻസിനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഔട്ടിങ് പോകാൻ, ടൂറ് പോകാൻ ഒക്കെയുള്ള സമയത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ഇപ്പം ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ഉള്ളിലോട്ട് ചെല്ലാതെ പറയുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളും ബാക്കി ഫാമിലീസിലെ കുട്ടികൾ അവരുടെ കസിൻസും ഒക്കെ പോകുമ്പോൾ ഇവർ കാണും. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ ഈ കെയർ ഗീവർ ആയിരിക്കുന്ന അമ്മയോ അപ്പയോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിലുണ്ട്. ആ സ്ട്രെസ് ആക്ച്വലി ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആയാലും ആ സ്ട്രെസ്സിൻ്റെ കോൺസിക്വൻസസിലാകുന്ന അസുഖങ്ങൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാകും. പിന്നെ ഞാൻ കുറച്ച് ഇതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ വായിച്ചപ്പോൾ, സ്റ്റഡീസ് ധാരാളം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്ട്രെസ്സിൽ കുറച്ചൊരു പ്രത്യേകതയുണ്ട്. ഒരാൾക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം മാത്രമേ ഉള്ളെങ്കിൽ ഹൗ ടു ഓവർകം ഫ്രം ദാറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആ അമ്മയോ ആ വീട്ടിലെ ആരാണോ അവർ മകളിനോ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു സ്ട്രെസ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു അൽഷിമേഴ്സ് എടുക്കാം. രാവിലെ മകളോ മരുമകളോ ആരായിക്കോട്ടെ നന്നായിട്ടും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു സുഖമായിട്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി പോകും. പക്ഷെ തിരിച്ചാരെങ്കിലും അമ്മയെ കാണാൻ വരുന്നവരോട് പറയും എനിക്ക് പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഒരിതാണ് കിട്ടിയില്ല. അപ്പൊ ഈ നോക്കിയ വ്യക്തി ഹൗസ് ട്രെയിൻ അവർ അതിന് വേണ്ടി എടുത്തു ഇത് ചെയ്തുവല്ല. പക്ഷെ ഈ ഒന്നുമില്ലാതെ വന്ന് കേട്ടയാള് പല സ്ഥലത്തും ഇതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതൊരു സ്ട്രെയിനായി. അപ്പൊ ഇത് തിരിച്ച് ഈ വ്യക്തിയിൽ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതമോ ആരും ചിന്തിക്കാറില്ല. ഞാൻ ഈ പറയുന്നത് നന്നായിട്ടും കെയർ ഗീവിങ് ഒരു വീട്ടിൽ കൊടുത്തിട്ട് അവരനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. അല്ലാതെ അമ്മയും അപ്പനെയും പാടെ ഉപേക്ഷിച്ച് കളയുന്നവരുടെ അവസ്ഥയല്ല. അപ്പൊ നന്നായിട്ടും കെയർ ഗീവിങ് കൊടുക്കുന്ന വ്യക്തികളെ ആ ഫാമിലി, സൊസൈറ്റി അവരെ മാനിക്കണം. അവർക്ക് വേണ്ടുന്ന കെയറും കൂടെ കൊടുക്കണം. കാരണം അവർ ബലഹീനപ്പെട്ടു പോകരുത്. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് വളരെ റോളുണ്ട്. അപ്പോൾ അവരെ പരിചരിക്കാൻ ഒരു കാശും ഇല്ലാതാണ് സർവീസ് മൈൻഡിലോട് ചെയ്യുന്നത്. ഒരു കിടരോഗിയെ എണീപ്പിക്കുന്നു, ഇരുത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഡ്രസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ഡെയിലി ലിവിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ഇനി അതിൻ്റെ ഹോമിയോപ്പതിയിലോട്ട് വരാം. അങ്ങനെയുള്ള കെയർ ഗീവിങ് സ്ട്രെസ്സസ് അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ PG ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതേ ടോപ്പിക്ക് തന്നെ വെച്ച് വളരെ നന്നായിട്ടും ഒരു സ്റ്റുഡൻറ്റ് സ്റ്റഡി ചെയ്തു വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കിട്ടി. അപ്പോൾ അത് വളരെ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. സൊസൈറ്റിക്ക് ജെറിയാട്രിക് പോപ്പുലേഷന് ഹോമിയോപ്പതി സർവീസ് കൊടുക്കുന്നത് പോലെ കെയർ ഗീവേഴ്സ് ഹോമിയോപ്പതി സർവീസ് കൊടുക്കാനായിട്ട് പറ്റും. അത് നമ്മൾ അങ്ങനെ ആ കെയർ ഗീവേഴ്സിനെയും കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പോസ്റ്റ് കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതെ, അതിനെ എങ്ങനെയാണ് ഹോമിയോ കാണുന്നത്? പോസ്റ്റ് കോവിഡ് ആയിട്ട് ധാരാളം ഇഷ്യൂസ് കാണുന്നുണ്ട്. ഇപ്പോൾ ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പെട്ടെന്ന് കുറച്ചും കൂടെ അടുപ്പിച്ച് വരുന്നുണ്ട്, അവർക്ക് ഡോസ് കൂട്ടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കുറച്ചുകൂടെ മെഡിസിൻസ് അടുപ്പിച്ച് കൊടുക്കുകയും മറ്റുപയോഗിച്ചിരിക്കുന്ന മെഡിസിനെ കുറച്ചുകൂടെ ടേപ്പർ ചെയ്യുകയും ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഈ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഈ വയസ്സായ പല ആൾക്കാരും അറിയാതെ വീണു പോകുന്നു, തട്ടിയാണെങ്കിലും തട്ടാതെയും ഒരു ന്യൂറോ സംബന്ധമായ വിഷയങ്ങൾ എന്നാണ് അലോപ്പതി പറയുന്നത്. അതെങ്ങനെയാണ് ഹോമിയോ? അത് വീഴ്ച പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, ആദ്യം നമ്മൾ നോക്കേണ്ടുന്നത് BP കൂടിയാലും വരാം, കുറഞ്ഞാലും വരാം. പിന്നെ ഷുഗർ, ഹൈപ്പോഗ്ലൈസീമിയ ഒരു കോസാകാം, ഹൈപ്പർ ഒരു കോസാകാം. പിന്നെ ഈ പറഞ്ഞ ആർത്രൈറ്റിക് ഇഷ്യൂസ് കൊണ്ട് നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും ലെവൽ ഗ്രൗണ്ട്സ് അല്ലാതെ, കാരണം അവർക്ക് ബാലൻസിങ് ഇഷ്യൂസ് ഒക്കെ വരാം, അത് തട്ടി അവർക്ക് വീഴ്ച വരാം. പിന്നെ ചിലപ്പോൾ ഒരു ഫീവറാണ്, ഫീവറിന് വന്നിട്ട് അതിൽ ഈ മെറ്റബോളൈറ്റ്സ് ഒക്കെ ഒന്ന് മാറി സോഡിയം കുറയാം, പൊട്ടാസ്യം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻബാലൻസ്, ഒരു മെറ്റബോളൈറ്റ് ഇൻബാലൻസ് എന്ന് പറയും, അത് വാർദ്ധക്യനാളിൽ പ്രത്യേകം കാണുന്ന ഒരിതാണ്. ശരിക്കും ഒരു റൂട്ടീൻ അവർക്കൊരു ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം,
ഇതൊക്കെ ഒന്ന് നോക്കുക. വൈറ്റമിൻ D3 നോക്കുക, കാൽഷ്യം ലെവൽ നോക്കുക, അവരുടെ റീനൽ ഫങ്ഷൻ ഒന്ന് അസസ് ചെയ്യുക, തൈറോയ്ഡ് ഫങ്ഷൻ അസസ് ചെയ്യുക, പിന്നെ ബ്ലഡ് ഷുഗർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അത് നല്ല ഹൈ ഡയബറ്റിക് ആണെങ്കിൽ 2 നേരവും മോണിറ്റർ ചെയ്ത് അതനുസരിച്ച് ഡയറ്ററി ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. BP പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കോൺസിക്വൻസിൽ വരാം. പിന്നെ ഇറഗുലർ ഡയറ്റ്, ഇതൊക്കെ ഭക്ഷണം ഇല്ല, അനീമിക് ആണ്, അങ്ങനെ തലകറങ്ങി വീഴാം. മാൽന്യൂട്രീഷൻ എല്ലാം ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ കാണുന്നതാണ്. ഈ ബോൺസ് ക്രാക്ക് ചെയ്യുന്നതോ അങ്ങനെ പൊട്ടല് അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊരു എമർജൻസി മെഷർ ആണല്ലോ. പക്ഷെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് കാൽഷ്യം നോക്കുക, D3 നോക്കുക, വീഴ്ച വന്നാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ടോ. ഇപ്പോൾ ഒരു ഡെക്സാ സ്കാൻ പറയും, അപ്പോൾ പെർട്ടിക്കുലർ സൈറ്റ്സിൽ കൂടുതലായിട്ട് ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ് ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മുന്നേ ഒരു വീഴ്ച വന്ന് പൊട്ടൽ വരുന്നതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങൾ അസസ് ചെയ്യുക. ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കെയർ ഗീവർ കൃത്യമായിട്ടും എല്ലാ കാര്യത്തിലും ഒരു ഫിസിക്കൽ ഇഷ്യൂസ്, മെൻ്റൽ ഇഷ്യൂസ് എല്ലാറ്റിലും കൊടുത്ത് മാനേജ് ചെയ്യുന്നതായിരിക്കും ജെറിയാട്രിക് പോപ്പുലേഷനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ ആവശ്യം. പിന്നെ അവർക്കും ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ളൊരു മെൻ്റൽ നേച്ചർ ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഡയബറ്റിക്കായി പഥ്യം നോക്കുന്നില്ലെങ്കിൽ പ്രശ്നമാകും. BP ആയി ഞാൻ പറഞ്ഞ പോലെ ക്രോണിക് കിഡ്നി ഡിസീസാണ്, അതിൻ്റെ ഡയറ്ററി ഷെഡ്യൂൾ നോക്കുന്നില്ലേ പ്രശ്നവും. സോ വില്ലിങ്നെസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ പേഷ്യൻ്റ് ഇസ് ഓൾസോ നീഡഡ്. നമുക്ക് ഈ ഹോം സർവീസസ് അവൈലബിൾ ആണോ എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയൊക്കെ ചികിത്സ കൊടുക്കുന്ന എന്തെങ്കിലും ഫെസിലിറ്റി ഹോമിയോ ക്ലിനിക്സിലൊക്കെ അവൈലബിൾ ആണ്? അതെ, അത് പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോമിയോപ്പത്ത് നമുക്ക് നിയർ ബൈ ആരാണോ ഉള്ളത് അങ്ങനെ ഒരു സർവീസ് ഒരു പേഷ്യൻ്റ് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ പോയി ചെയ്യും. ഇഫ് ഇറ്റ്സ് മാനേജബിൾ വിധം. കാരണം ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ട, നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ വയസ്സായ ആൾക്കാർ എന്നുവെച്ചാൽ ഇച്ചിരി പ്രായം ചെല്ലുമ്പോൾ അവരുടെ ആ ഡയറ്റ് പ്ലാനും അവരുടെ ആ റുട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഡയറ്റിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഒരു കുറേ ഏജിങ്ങിൻ്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പം ടേസ്റ്റ് കാണില്ല, പിന്നെ നല്ല സ്പൈസി ഫുഡ്സൊക്കെ കഴിച്ചാൽ അവർക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫസ്റ്റ്, പ്ലസ് അത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം. രണ്ടാമത് അവരുടെ എന്ത് അസുഖമാണോ അതിന് യോജിച്ച രീതിയിൽ ഡയറ്റ്. ഇപ്പോൾ ഓരോന്നിനും ഷുഗർ പേഷ്യൻ്റ് അങ്ങനെ, BP ഉണ്ടെങ്കിൽ അങ്ങനെ, ഇനി എന്തെങ്കിലും ലിവർ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം അധികം മധുരം, അധികം ഉപ്പ്, അധികം കൊഴുപ്പിൻ്റെ അംശം ഇതൊക്കെ കുറയ്ക്കുക. ഒരു സമീകൃതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി, ഒരു രീതി വാർദ്ധക്യത്തിൽ എത്തിയിട്ടല്ല അതിനു മുന്നേ തന്നെ അവലംബിക്കണം. ഡയറ്റിൻ്റെ കാര്യത്തിൽ കൃത്യസമയത്ത് തന്നെ കഴിക്കുക, വെള്ളം കുടിക്കുക. അപ്പോൾ പലപ്പോഴും വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്നവർക്ക് ഫുഡ് ഉണ്ടെങ്കിലും അവർ കൃത്യസമയത്ത് കഴിക്കാത്ത അവസ്ഥ കാണും, വെള്ളം കുടിക്കാത്ത അവസ്ഥ കാണും. പിന്നെ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചോ വേറെ അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അവർ ആവശ്യാനുസരണം വെള്ളം കുടിക്കുന്നുണ്ടോ, കുടിക്കുന്നതിനൊത്ത് യൂറിനൊക്കെ പോകുന്നുണ്ടോ, അതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. ഡയറ്റിലും വെള്ളത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ വേറൊന്ന്, ഇപ്പോൾ പേഷ്യൻസ് മെഡിസിൻ എടുത്തു, ഡയബറ്റിക്കാണ്, ചില പേഷ്യൻസ് മെഡിസിൻ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തിട്ട് ഒന്നും കഴിക്കാതെ വരും. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരും. പിന്നെ മെഡിസിൻ കഴിച്ചിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ തന്നെ അവർ ജോലി ചെയ്ത് അങ്ങനെ പോകും. അപ്പം ആ രീതിയല്ല. ഒരു വാർദ്ധക്യമാകുമ്പോൾ ഞാൻ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ എൻ്റേതായ രീതികൾ, ഭക്ഷണ രീതികൾ, അതേപോലെ ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് എക്സസൈസും. എല്ലാ ജോയിൻസിനും മൂവ്മെൻറ്റ്സ് കൊടുക്കുക, നടക്കുക, കഴിയുന്നിടത്തോളം സോഷ്യലി ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ഇങ്ങനെ വളരുമ്പോൾ ആ ടെക്നോളജിയിലുള്ള അതിനോടാണ് അല്ലേ നമ്മൾ അത് പഠിക്കാനും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കാനുമാണ് താല്പര്യം. അപ്പോൾ സോഷ്യലി ആക്റ്റീവായിട്ടുള്ളത് കുറയും. അതങ്ങനെയല്ല, ഒരു മാരേജ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ റിലീജിയസ് പ്ലേസസ് പോകുന്നത്, അതിൻ്റെ ഒരു കൃത്യത. അമ്പലത്തിലാണെങ്കിൽ അത് കൃത്യസമയത്ത് പോകുന്ന അതുപോലെ തന്നെ പോവുക. ചർച്ചിലാണെങ്കിൽ അതിനുള്ള ആരോഗ്യം വീണ്ടെടുത്ത് അത് ബുദ്ധിപൂർവ്വം കൊണ്ടുപോകുക. ഓർമ്മ നഷ്ടപ്പെടുന്നെന്ന് തോന്നിയ വായനയിലൂടെ, എഴുത്തുകളിലൂടെ വായിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് തിരിച്ചെഴുതാം. രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓർമ്മ ഒരു പരിധി വരെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. സാധനം വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ റൂട്ട് മാപ്പ് പണ്ട് കോവിഡിൻ്റെ സമയത്ത് പറയുന്ന പോലെ ഒരു റൂട്ട് മാപ്പ് ഇട്ട് പോവുക. ആ റൂട്ട് മാപ്പ് ഒരു കടയിൽ ചെല്ലുമ്പോൾ അത് ലിസ്റ്റ് ഓഫ് തിങ്സ് ആയിട്ട് മാറും.
അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ എന്താ ഞാൻ എല്ലാം ചെയ്തു എന്ന കോൺഫിഡൻസോടുകൂടെ വരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ അവരുടെ ആ ഒരു റൂട്ടീൻ ഷെഡ്യൂള്, പിന്നെ ലോൺലിനെസ് അല്ല ഡിപ്രഷൻ ഇതൊന്നും കടന്നുകൂടി ചിന്തിക്കാതിരിക്കാൻ ഓരോ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയും അപ്പനും ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, അവസാനമായ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ. ഈ ഹോമിയോപ്പതി ആൻഡ് ഹോമിയോ ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ആൾക്കാർ കൂടുതലായി അതിനെക്കുറിച്ച് അറിയുവാനും അത് ആ ഒരു മെഡിസിൻസിലേക്ക് തിരിയുവാനും ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിൽ ഒന്ന് ഒരു അവയർനെസ് ആണ്. ഹോമിയോപ്പതി കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന്. അത് ഇന്ന് സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നല്ലപോലെ ചെയ്യുന്നുണ്ട്. കാരണം ആയുഷ് മേഖലയിൽ പക്ഷെ പല രീതിയിലുള്ള ക്ലാസ്സസ്, സെമിനാർസ്, പബ്ലിക്കിന് വേണ്ടി ധാരാളം ക്യാമ്പ്സ്, പിന്നെ ധാരാളം പ്രോജക്ട്സുകൾ നന്നായിട്ടും രണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യുന്നുണ്ട്. അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒന്ന്. രണ്ടാമത് പല രീതിയിലുള്ള കുപ്രചരണങ്ങളും ഉണ്ടാകാം. ഇതൊരു പ്ലാസിബോയാണ്, ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. ഇനി പ്ലാസിബോയുടെ നേരെ ഓപ്പോസിറ്റ് പറയും ഇതൊരു സൈഡ് ഇഫക്റ്റ് കൂടിയതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങളിൽ വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു ഹോമിയോപ്പതിൻ്റെ അടുത്ത് പോയി ക്ലാരിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലെ രോഗങ്ങളാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു നല്ല വാർദ്ധക്യവും ആശ്വാസവും സമാധാനവുമായി ഇരിക്കാനും വലിയ മരുന്നുകളുടെ കാഠിന്യം കൊണ്ടുള്ള വ്യഥ അനുഭവിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കാൻ തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് സാധിക്കും. അത് ഹോമിയോപ്പതിയുടെ ഒരു വലിയ സ്കോപ്പാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണ്. ഞങ്ങൾ ആ ജെറിയാട്രിക് പ്രോജക്റ്റ് ഓരോ വാർദ്ധക്യത്തിലുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാർക്കും അറിയാം. പലരും ഇങ്ങനെ വർഷങ്ങളായിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ പോയി ഒരു എൻഡ് ഓഫ് ലൈഫിൽ പോകുന്നതും അത് കാണുന്നതും അതിൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നതും അതൊരു പ്രത്യേക അനുഭവ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു തലമുറ ആ ഒരു വരട്ടെ, അങ്ങനെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ കിട്ടുന്ന വേദികളിലൊക്കെ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊരു ബ്യൂട്ടി ഓഫ് ഹോമിയോപ്പതി എന്ന് പറയാം. അതൊരു ഹോമിയോപ്പതിയുടെ ബ്യൂട്ടി നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പെട്ടെന്നൊരു മരുന്ന് കൊടുത്ത് സുഖമായി പോകുന്നതിൽ മാത്രമല്ല, വർഷങ്ങളോളം ഉള്ള ചികിത്സ എടുത്ത് നല്ല പ്രതിരോധ ശേഷിയുള്ളവരായി ആരോഗ്യമായിട്ട് ഒരു ക്വാളിറ്റിയോടുകൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുക. ലൈഫിൻ്റെ ക്വാളിറ്റി, ആരോഗ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു രോഗിയായിട്ട് ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിൽ പോകുന്നതല്ല ഒരു ഹെൽത്തി. അപ്പം അതിനോട് പിന്നെ ഒരു യങ് ജനറേഷനോട് പറയാം, ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ കടന്നുകയറ്റവും ഭക്ഷണശൈലിയിലെ മാറ്റങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ടെക്നോളജി നല്ലതാണ്. അവിടെയും സോഷ്യൽ ഇൻട്രാക്ഷൻസിന് അവർ സമയം കണ്ടെത്തുക, ഫാമിലി മെമ്പേഴ്സുമായിട്ടും സമയം കണ്ടെത്തുക, ഫാമിലിയിലുള്ള വാർദ്ധക്യ മാതാപിതാക്കളുമായിട്ടും സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സമയം കണ്ടെത്തുക. അതെല്ലാം രണ്ടുപേരുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു നല്ല സമൂഹത്തിന് ചികിത്സയിൽ ഹോമിയോപ്പതിക്ക് നന്നായി ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ആ ബ്യൂട്ടി കാണാൻ നമ്മുടെ സമൂഹത്തിനും പറ്റട്ടെ. ഓക്കെ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ഡോക്ടർക്ക് നന്ദി നിറഞ്ഞ നന്ദി. താങ്ക് യു മാഡം. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.